പിറവത്തെ വികസന പദ്ധതികൾ എംഎൽഎയുടെ അനാസ്ഥയെ തുടർന്ന് പാതി വഴിയിലാണെന്ന ആരോപണവുമായി LDF മണ്ഡലം കമ്മിറ്റി. പിറവത്ത് നടത്തിയ പ്രതിഷേധ സായാഹ്നം മണ്ഡലം സെക്രട്ടറി PB രതീഷ് ഉദ്ഘാടനം ചെയ്തു. എംഎൽഎയുടെ അനാസ്ഥയിൽ പിറവം മണ്ഡലത്തിനുണ്ടായ വികസന മുരടിപ്പിനെതിരെ LDF മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിറവത്ത് പ്രതിഷേധ സായാഹ്നം നടന്നു. മണ്ഡലം സെക്രട്ടറി PB രതീഷ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഇത്തരമൊരു സമരം അടിയന്തരമായി ഏറ്റെടുക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ച സാഹചര്യം 2 ആഴ്ച മുമ്പ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടതും ബോധ്യപ്പെട്ടതുമായ ഈ മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു അനുഭവത്തിൽ നിന്നാണ്. അതാണ് സഖാവ് KP ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. 2017 കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി 141 സ്കൂളുകൾക്ക് 5 കോടി രൂപ വീതം ഹൈടെക് സ്കൂളുകളായി മാറ്റാൻ വേണ്ടി ഗവൺമെന്റ് പണം അനുവദിച്ചത്. CN സദാമണി അധ്യക്ഷനായി. ഈ സമരത്തിൽ ഉന്നയിക്കപ്പെടുന്ന മുദ്രാവാക്യങ്ങൾ രാഷ്ട്രീയ പ്രശ്നങ്ങളല്ല. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള, ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് നാടിന്റെ വികസനം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികൾക്ക് ഈ മണ്ഡലത്തിൽ തുരങ്കം വയ്ക്കുന്ന പണിയാണ് ശ്രീ അനൂപ് ജേക്കബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേതാക്കളായ MJ ജേക്കബ്, സിന്ധുമോൾ ജേക്കബ്, KP സലീം, KN ഗോപി, MM ജോർജ്, സോമൻ വല്ലയിൽ, സോജൻ ജോർജ്, ജോർജ് ചമ്പമല, ദുർഗപ്രസാദ്, ബൈജു ചാക്കോ, ജൂലി സാബു, സ്മിത എൽദോസ് എന്നിവർ സംസാരിച്ചു. MLAയുടെ കഴിവുകളും കെടുകാര്യസ്ഥിതി മൂലം പിറവം നിയോജക മണ്ഡലത്തിൽ മാത്രം നടക്കാതെ പോയി എന്നതുമായി ബന്ധപ്പെട്ട ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ അനൂപ് ജേക്കബ് കൂടി മന്ത്രിയായ 2011 മുതൽ 16 വരെ കേരളത്തിലുണ്ടായിരുന്ന UDF മന്ത്രിസഭയ്ക്ക് ശേഷമാണ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നത്. അനൂപ് ജേക്കബ് മന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ ഈ സംസ്ഥാനത്ത് ഭരണം നടത്തിയ കാലഘട്ടത്തിൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു മന്ത്രിസഭയായി. LDF സർക്കാരുകൾ 2016 മുതൽ അനുവദിച്ച പദ്ധതികൾ നടപ്പാക്കാൻ MLA തയ്യാറായിട്ടില്ല. 25 കോടി രൂപയുടെ തിരുവാങ്കുളം ബൈപ്പാസ്, 15.25 കോടി രൂപയുടെ കുരിക്കാട് റെയിൽവേ പാലം, 450 കോടി രൂപയുടെ കൂത്താട്ടുകുളം മൂവാറ്റുപുഴ റോഡ്, 11 കോടി രൂപയുടെ മണിമലക്കുന്ന് കോളേജ് സ്റ്റേഡിയം, 5 കോടി രൂപയുടെ ഇലഞ്ഞി ടെക്നിക്കൽ സ്കൂൾ, 5 കോടി രൂപയുടെ പിറവം ഹൈടെക് സ്കൂൾ, 22 കോടി രൂപയുടെ മുളന്തുരുത്തി റവന്യൂ ടവർ, 65 ലക്ഷം രൂപയുടെ അരയങ്കാവ് മാർക്കറ്റ് നവീകരണം തുടങ്ങിയ പദ്ധതികൾ സർക്കാർ അനുവദിച്ചിട്ടും MLA നടപ്പിലാക്കിയിട്ടില്ല. 13 കോടി രൂപ മുടക്കിയ ഇലഞ്ഞിയിലെ പഴം പച്ചക്കറി സംസ്കരണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചില്ല. 98 കോടി രൂപയുടെ പെരുവമുഴി റോഡ് നിർമ്മാണം പാതി വഴിയിലാണ്. പിറവം MLA മന്ത്രിയായിരിക്കെ പ്രഖ്യാപിച്ച പിറവം എക്സൈസ് കടവ് പാലം ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. LDF സർക്കാർ നൽകിയ വലിയ പദ്ധതികളുടെ കാര്യത്തിലും ചെറുകിട പദ്ധതികളുടെ കാര്യത്തിലും MLA തികഞ്ഞ പരാജയമായി മാറിയതായും LDF മണ്ഡലം കമ്മിറ്റി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പിറവം. ആശങ്കകളില്ലാതെ ഇനി നിങ്ങളുടെ പ്രസവകാലം ആഘോഷിക്കാം പാലാരിവട്ടം ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിൽ. വേദനരഹിത പ്രസവം, വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ ഗർഭകാല പരിചരണം, അത്യാധുനിക ലേബർ റൂം, കൂടാതെ 9,999 രൂപയുടെ സ്പെഷ്യൽ ഡെലിവറി പാക്കേജും. കേരളത്തിലെ മികച്ച ഗൈനക്കോളജിസ്റ്റ് സേവനങ്ങൾക്കായി സമീപിക്കാം പാലാരിവട്ടം ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ.